സഖാവ് പി കൃഷ്ണപിള്ളയെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള രീതിയിൽ വിലയിരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാര്യം ഈ പി കൃഷ്ണപിള്ള സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവം നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പടുത്തുയർത്തുവാൻ ശ്രമിച്ച ഇന്ത്യയിലെ കേരളത്തിലെ അപൂർവം നേതാക്കളിൽ ഒരാളാണ് സഖാവ് പി കൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം ഈ കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ സൈദ്ധാന്തിക തലത്തിനപ്പുറം, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് അപ്പുറം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനാകുകയും ആ അനുഭവം ആണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയതും. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് കമ്മ്യൂണിസത്തിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വളരെ ഇവിടെയും മറ്റു പല നേതാക്കന്മാരെ അപേക്ഷിച്ച് വളരെ ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിൽ അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സ്വത്ത് വിറ്റിട്ട് അദ്ദേഹം ജോലി തേടി പോകുന്നു. അദ്ദേഹം പ്ലാന്റേഷൻ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലാത്ത തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കേരളം വിട്ടുപോകുന്നു. കേരളം വിട്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുമായി, വിപ്ലവകാരികളായിട്ടുള്ള മനുഷ്യരുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു. അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വരുന്നു. എവിടെയെല്ലാം അനീതി ഉണ്ടായോ അതിനെയെല്ലാം എതിർക്കുവാൻ ചങ്കൂറ്റത്തോടുകൂടി മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിരുന്നപ്പോൾ പോലും കേരളത്തിലെ അന്ന് 1930 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്ന് കേരളത്തിലുണ്ടായ എല്ലാ പ്രക്ഷോഭങ്ങളിലും മുൻപിൽ പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹമായാലും ശരി തന്നെ, വൈക്കം സത്യാഗ്രഹമായാലും ശരി തന്നെ, ഉപ്പ് സത്യാഗ്രഹമായാലും ശരി തന്നെ, ഈ ആലപ്പുഴയിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലായാലും ശരി തന്നെ, എല്ലാ മുന്നേറ്റങ്ങളിലും അദ്ദേഹം നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഒരു വികാരമായി ഈ മുന്നേറ്റങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് വാസ്തവം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം ഒരു സിദ്ധാന്തത്തിനപ്പുറം, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം വശമില്ലായിരുന്നു എന്നല്ല അർത്ഥം, പക്ഷേ ഒരു സിദ്ധാന്തത്തിനപ്പുറം അദ്ദേഹത്തിന് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു വികാരമായിരുന്നു. അങ്ങനെ വൈകാരികമായി കമ്മ്യൂണിസത്തെ സമീപിച്ച, കമ്മ്യൂണിസത്തെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കെട്ടിപ്പടുത്തുയർത്തിയ ഒരു മനുഷ്യനാണ് ഈ സഖാവ് പി കൃഷ്ണപിള്ള. എല്ലാ അനീതികളോടും വിയോജിച്ച്, എല്ലാ ഉച്ചനീചത്വങ്ങളോടും കലഹിച്ച് അവയ്ക്കുള്ള കാലാതിവൃത്തിയായ ഉത്തരം തേടി ഒരാൾ നമുക്കിടയിലൂടെ സഞ്ചരിച്ചു. ഇരുളിലും വെളിച്ചത്തിലും നടന്നു തീർത്ത മൺപാതകൾ, അവിടെ കണ്ടുമുട്ടിയ മനുഷ്യജീവിത യാതനകൾ, തിരസ്കാരങ്ങൾ, അവയോടെല്ലാം പ്രതിരോധം സൃഷ്ടിക്കാതെ താൻ സ്വപ്നം കണ്ട ഒരു ലോകം സൃഷ്ടിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. കത്തുന്ന കാലത്തിൻ്റെ അഗ്നിയെ ഉള്ളിൽ വഹിച്ച് വിശ്രമമില്ലാതെ നടത്തിയ പ്രയത്നങ്ങൾ, അവ ഒരു നാൾ ഫലപ്രാപ്തിയിലെത്തുമെന്ന ഉൾവിളികൾ, അതിരുകൾ ഭേദിച്ചുള്ള രാപ്പകൽ സഞ്ചാരങ്ങളിലൂടെ
എത്തിച്ചേർന്ന പ്രകാശത്തിന്റെ ചുറ്റുവട്ടങ്ങൾ. ഒടുവിൽ ഭൂമിയുടെ അതിരുകളിൽ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കുമെന്നും സ്വാതന്ത്ര്യത്തിന്റെ പക്ഷികൾ ചിറകടിച്ചുയരുമെന്നുമുള്ള വിശ്വാസം. ആ പ്രതീക്ഷയെയാണ് കേരളം പി കൃഷ്ണപിള്ള എന്ന് വിളിച്ചത്. ജനനം കോട്ടയം ജില്ലയിലെ വൈക്കം. അച്ഛൻ നാരായണൻ നായർ, അമ്മ പാർവതി അമ്മ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗം. 1939 മുതൽ 1948 വരെ CPI സംസ്ഥാന സെക്രട്ടറി. സ്വാതന്ത്ര്യ സമര സേനാനി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹം, തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരം, പുന്നപ്ര വയലാർ സമരം, വൈക്കം സത്യാഗ്രഹം, മലബാറിലെ കർഷക സമരങ്ങൾ എന്നിവയിൽ മുൻനിര പോരാളി. നിരവധി തവണ മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചു. ഭാര്യ കന്യാകുമാരി ജില്ലയിൽ ഇടലാക്കുടി സ്വദേശി തങ്കമ്മ 1948 ആലപ്പുഴ മൊഹമ്മയിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനേറ്റ തീരാ നഷ്ടം. കൃഷ്ണനെ ഞാൻ കാണുമ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒളിവിലിരിക്കുന്ന സമയം, അന്ന് നേതാക്കന്മാരെല്ലാം ഒളിവിലാണ്. ആ കൂടെ കൃഷ്ണപിള്ള ആണ് എന്ന് ഞാൻ പിന്നീട് അറിയുന്നതാണ്. എനിക്ക് 12 വയസ്സുണ്ട്. ഒളിവിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ചില ആളുണ്ട്. അതിലൊരാളായിരുന്നു ഞാൻ. എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ ആ വീട്ടിൽ കുറച്ചാളിരിപ്പുണ്ട്, 4 മണിയാകുമ്പോൾ ഒരു കഥയിൻ്റെ പാല് തുറന്നിട്ട് കൈകൊണ്ട് വിളിക്കും, ചെല്ലണം. അപ്പോൾ ആദ്യം ചോദിച്ചത് വീട്ടിലെന്തെങ്കിലും ആഹാരം ഉണ്ടോ. അപ്പോൾ ബംഗാൾ ക്ഷാമത്തിൻ്റെ കാലമാണ്. നമ്മൾ പറഞ്ഞ് ചെറുപയർ ഇങ്ങനെ ചക്കര കാപ്പിയൊക്കെ ഉള്ളു. അപ്പോൾ 4 മണി സമയമായി. നമ്മളത് കൊണ്ട് കൊടുത്തു. അതിൽ നിന്നൊരു പുസ്തകം, 1.25 കോടി മലയാളം എന്നൊരു പുസ്തകം എനിക്ക് തന്നിട്ട് ഈ പുസ്തകം എടുത്തു. അതാണ് കൃഷ്ണപിള്ള എൻ്റെ മനസ്സിൽ. കൃഷ്ണപിള്ളയായിട്ട് അത് കൃഷ്ണപിള്ളയാണെന്ന് അറിയുന്നത് ഒരു 17 ദിവസം കഴിഞ്ഞപ്പോഴാണ് സർപ്രദർശനമായിട്ട് കൊണ്ടുവന്നത്. ആ കൃഷ്ണപിള്ളയെക്കുറിച്ച് സത്യത്തിൽ 12 വയസ്സുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും എൻ്റെ സീനിയറായിട്ടുള്ള കാലിക്കുട്ടി ആശാട്ടി, സൗ കെ മീനാക്ഷി, സൗ കെ ദേവയാനി, കരുവുള്ള മുരളിയുടെ അപ്പോൾ ദേവയാനി ചേച്ചിയൊക്കെ പറഞ്ഞാണ് എനിക്ക് കൃഷ്ണപിള്ളയുടെ ചരിത്രപരമായ, പിന്നെ ഗൗരിമ പറയുമായിരുന്നു, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഒരു നേതാവ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് കാണിച്ചെന്ന്. സാധാരണ മനുഷ്യസ്നേഹി, സാധാരണക്കാരിലൊരാളായി അവരുടെ കുടിലുകളിൽ, അവരുടെ വീടുകളിൽ അവരോടൊപ്പം പോയി ഭക്ഷണം കഴിച്ച ഒരു ചരിത്രമുള്ള ഒരു പാർട്ടി സെക്രട്ടറിയായിരുന്നു. ബഹുജന സംഘടനകളില്ലാതെ ബൂർഷ്വാ പാർട്ടിക്ക് വളരാം. എന്നാൽ ബഹുജന സംഘടനകൾ വളർത്തിക്കൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാനാവില്ല. സഖാവ് എന്ന 3 അക്ഷരത്തിൽ തെളിയുന്നത് ആ മുഖമാണ്. ആ ആർജവമുള്ള ഓർമ്മകളാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭൂമികയ്ക്ക് കാമ്പും കരുത്തും നൽകിയ ആ മുഖം. മലയാളിയുടെ അരണ്ട ജീവിതത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഉന്മേഷകരമായ ഭാവികാലം സ്വപ്നം കണ്ട് അത് നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശമെന്ന് പറയുകയും ചെയ്ത ശബ്ദത്തിനു പിന്നിൽ ആ രൂപം തെളിഞ്ഞു വരും. സഖാവ് പി കൃഷ്ണപിള്ള. കോട്ടയം ജില്ലയിൽ വൈക്കത്ത് ജനിച്ച് ഇന്ത്യൻ ജീവിതം കണ്ടറിഞ്ഞ് തിരികെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരികയും തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തി പറക്കുകയും ചെയ്ത ജീവിതമായിരുന്നു പി കൃഷ്ണപിള്ളയുടേത്. അത് നൽകിയ ഊർജം ഇന്നും കേരളീയ ജീവിതത്തെ പ്രകാശപൂർണവും പ്രത്യാശ നിറഞ്ഞതുമാക്കുന്നു. ഒപ്പം നടന്നവരെയും എതിരെ നടന്നവരെയും ചേർത്ത് നടത്താനുള്ള മാന്ത്രികമായ കഴിവ് പി കൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്നതായി സമകാലികർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിത രീതി, പ്രവർത്തന ശൈലി, വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെ അമൂല്യമായ നിക്ഷേപമായി പി കൃഷ്ണപിള്ളയിൽ കണ്ടവരാണ് അവർ. ആയിരത്തി 1930 ആരംഭിച്ച പി കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം 2 പതിറ്റാണ്ടുകൾ കൊണ്ട് മലയാളിയുടെ യാത്രാപഥത്തെ മറ്റൊന്നാക്കി തീർക്കുകയായിരുന്നു. ആ വഴിവെട്ടമാണ് ഇന്നും നമ്മുടെ പാതയിൽ വീഴുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചുവടുകൾക്ക് കരുത്തു പകരുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പതികൻ, മർദ്ദിത ജനതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ചേർന്നുനിൽപ്പ്, ചൂഷണ കണ്ണുകൾക്ക് നേരെയുള്ള അടങ്ങാത്ത രോഷം, ഇങ്ങനെ ജീവിച്ച കാലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റി എഴുതുകയായിരുന്നു പി കൃഷ്ണപിള്ള. സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളിൽ, വൈക്കം സത്യാഗ്രഹത്തിൽ, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പോരാട്ടത്തിൽ, അങ്ങനെ യഥാർത്ഥ രാഷ്ട്രീയ മനുഷ്യൻ ഉൾക്കരുത്തോടെ ഇടപെടേണ്ട സന്ദർഭങ്ങളിലൊക്കെ പി കൃഷ്ണപിള്ള മുന്നണിയിലെത്തി. ജാതിയുടെയും
ഔന്നത്യ പ്രഘോഷണത്തിൻ്റെയും അർദ്ധരാഹിത്യം തിരിച്ചറിഞ്ഞ യഥാർത്ഥ ഇടതുപക്ഷ വ്യക്തിത്വമായിരുന്നു സഖാവിൻ്റേത്. കേരളത്തിലെ അസംഘടിത തൊഴിലാളികളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ഒരു സ്വപ്നത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരത്താൻ കൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചു. അവരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വസംഹിതയുടെ കൊടിയടയാളമാക്കി മാറ്റി. സാമ്രാജ്യത്വത്തിൻ്റെ കറുത്ത പുകയിൽ നിന്നും സ്വന്തം ജനതയെ രക്ഷിക്കാൻ സദാ ജാഗ്രത പുലർത്തി. പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ നാടുവിടുകയും ഹിന്ദി പഠിക്കുകയും കനൽ വഴി അനുഭവങ്ങളിൽ നിന്നും പുരോഗമന രാഷ്ട്രീയ പാഠങ്ങൾ അഭ്യസിക്കുകയും ചെയ്ത കൃഷ്ണപിള്ള, ഒളിവിലും തെളിവിലും കണ്ടുമുട്ടിയ ഓരോ ജീവിതത്തെയും സ്വന്തം ഹൃദയമിടിപ്പിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്ത കൃഷ്ണപിള്ള, ഏത് കഠിനമായ കയറ്റത്തെയും ആത്മബലവും രാഷ്ട്രീയ ബോധ്യവും കൊണ്ട് മറികടക്കാനാവുമെന്ന് സഹയാത്രികരെ പഠിപ്പിക്കുന്നതായിരുന്നു കൃഷ്ണപിള്ളയുടെ ഓരോ ദിനവും. സമരച്ചൂടിൻ്റെ വ്യത്യസ്ത മാർഗങ്ങളിൽ സഞ്ചരിച്ച വ്യക്തിത്വമായിരുന്നു പി കൃഷ്ണപിള്ളയുടേത്. ആത്മശക്തി, സംഘടനാ സാമർഥ്യം, ത്യാഗസന്നദ്ധത, അസാമാന്യമായ ധീരത, അചഞ്ചലത, തൊഴിലാളി വർഗത്തോടുള്ള കൂറ്, ഇതെല്ലാം ഒന്നായി ചേർന്ന് ഒഴുകിയെത്തിയ വ്യക്തിത്വമായിരുന്നു പി കൃഷ്ണപിള്ളയുടേത്. എവിടെ മനുഷ്യസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ, എവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടോ, എവിടെ പച്ചമണ്ണിൻ്റെ മനുഷ്യത്വം നഷ്ടമാകുന്നുണ്ടോ, അവിടെയെല്ലാം ഒരു മാന്ത്രികനെ പോലെ എത്തുകയായിരുന്നു പി കൃഷ്ണപിള്ള. പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം നടന്നു മുന്നേറിയത് ചരിത്രത്തിലെ തുറക്കാത്ത വാതിലുകളാണ്. ആ വാതിലുകളിലൂടെ നടന്നാണ് നാം ഇപ്പോഴും ആ പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരം കണ്ടെത്തുന്നത്. ഓരോ ചരിത്രകാലവും മറികടന്ന് നാം ഇന്നെത്തി നിൽക്കുന്നത് പുതിയ കാഴ്ചകളിൽ, പുതിയ കേൾവികളിൽ, വഴികളിൽ തീണ്ടാപ്പാടകലങ്ങളില്ലാത്ത, എഴുന്നള്ളത്തിൻ്റെ അകമ്പടി ഘോഷങ്ങളില്ലാത്ത, വേർതിരിവിൻ്റെ മതിൽക്കെട്ടുകളില്ലാത്ത ഒരു കാലം. ആ കാലത്തിലെത്താൻ നാം നടത്തിയ സമരദൂരങ്ങൾ ചെറുതല്ല. ഈ ദൂരമത്രയും വഴിവെളിച്ചമായി നമ്മെ നയിച്ചത് ആ വാക്കുകളാണ്. ആ വാക്കുകളുടെ പ്രസരശക്തിയുള്ള കരുത്താണ്. സഖാക്കളെ, മുന്നോട്ട്.